വീട്ടിൽ ഒരു സമാധാനമല്ലോ ഉസ്താദേ. കെട്ടിയോനെ കൊണ്ടുമില്ല, മക്കളെ കൊണ്ടുമില്ല, ജീവിതമാകെ വെറുത്തുപോയ പോലെ ഇങ്ങനെ പറഞ്ഞ ഒരുപാട് സഹോദരിമാരുണ്ട്. എന്നാൽ ബഹുഭൂരിഭാഗം പുരുഷന്മാരും പറയാറുള്ളത് വീട്ടിലേക്ക് കയറാൻ തോന്നണില്ല ഉസ്താദേ, വീട്ടിലോട്ട് അടുക്കാൻ തോന്നണില്ല, ഒരു സന്തോഷമില്ല. വീട്ടിലേക്ക് ചെല്ലും, അവിടെ കൊണ്ടുപോയി ജോലി സാധനങ്ങൾ വെച്ചിട്ട് വല്ല അങ്ങാടിയിൽ പോയിരുന്ന് വർത്താനം പറയേണ്ട ഒരവസ്ഥയാണ്. വല്ലാത്ത പ്രയാസം. വീട്ടിലൊരു സമാധാനം എന്ന് പറയുന്ന സംഗതിയില്ല. ഞാൻ നിങ്ങൾക്കൊരു സ്വലാത്ത് എന്ന് പഠിപ്പിച്ചു തരട്ടെ. പുണ്യ റമദാനിലെ ആദ്യത്തെ വെള്ളിയാഴ്ച ദിവസമാണെന്ന്, റഹ്മത്തിൻ്റെ പത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച. നിങ്ങളൊരു സ്വലാത്ത് ചൊല്ലിയാൽ, ഇത് ഒരുപാടൊന്നും വേണ്ട, മനസ്സറിഞ്ഞ് ഒറ്റത്തവണ ചൊല്ലിയാൽ തന്നെ മതി. 24 മണിക്കൂറിൻ്റെ അകത്ത്, അതായത് ഒരു ദിവസത്തിനകത്ത് തന്നെ നിങ്ങൾക്കതിൻ്റെ ഫലം അറിയാൻ പറ്റും. എഴുതി വെച്ചോ. അതായത് ഇഖ്ലാസോടെ നിങ്ങൾ ചൊല്ലണം, മനസ്സിലായോ? ഇഖ്ലാസിലാണ്ട് വെറുതെ നമ്മൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിലൊന്നും കാര്യമില്ല. നമ്മളീ പഠിക്കുന്ന സ്വലാത്ത് ഇഖ്ലാസോടെ ചൊല്ലിയാൽ 24 മണിക്കൂറിൻ്റെ അകത്ത് അള്ളാഹു നിങ്ങൾക്ക് ഫലം തരും. നിങ്ങളുടെ ജീവിതം മാറും. 30,000 ചില്ലാൻ രൂപയുടെ സമ്മാനം ഉണ്ട് അല്ലേ? അതിൻ്റെ ചോദ്യം ഏതൊക്കെയാണെന്ന് അറിയണം. പിന്നെ ഉത്തരം കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക, മുഴുവൻ കാണുക. അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ, സമാധാനം ആസ്വദിക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? ഇവിടെ സന്തോഷമല്ലേ? റമദാനിലെ വെള്ളിയാഴ്ചയൊക്കെ ആയിട്ടൊന്ന് ചിരിച്ച മനുഷ്യന്മാരെ. ചിരി വരുന്നുണ്ടോ? ഞാൻ കാണുന്നില്ലാത്തതുകൊണ്ടാണ്. ചിരിച്ചേ. എല്ലാവരും ചിരിയുടെ ഒരു ഇമോജിയെങ്കിലും ഒന്ന് ഇട്ടേ, ഒന്ന് കാണട്ടെ. മാഷാ അല്ലാഹ്, അവിടെ വരട്ടെ, അങ്ങോട്ട് കളർഫുള്ളാകട്ടെ. അത് വെറുതെ ഇമോജിയിൽ ഒതുങ്ങരുത് കേട്ടോ, ചുണ്ടിൽ വിരിയണം. അൽഹംദുലില്ലാഹ് ഒന്നുകൂടെ എന്ന് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. വെള്ളിയാഴ്ച ദിവസമാണല്ലേ, എവിടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരിട്ട് നോക്കുന്ന നിമിഷം ഇല്ലേ? നമ്മൾ പഠിച്ചിട്ടില്ലേ? ഒരു സ്വലാത്തൊന്ന് ചൊല്ലിക്കൊടുത്തേ. അശ്റഖൽ ബദ്റു അലൈനാ ഫഖതഫത് മിൻഹുൽ ബുദൂറു മിസ്ല ഹുസ്നിക മാ റഅയ്നാ ഖത്തു യാ വജ്ഹ സുറൂരി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി വസല്ലിം. പുണ്യ റമദാനിലെ വെള്ളിയാഴ്ച. എന്തൊരു മഹാഭാഗ്യമാണ് അല്ലേ? അല്ലാഹു തആല ഇങ്ങനൊരു സദസ്സിൽ, ഇൽമിൻ്റെ സദസ്സിലിരിക്കാൻ വല്ലാത്തൊരു തൗഫീക്ക് നമുക്ക് തന്നില്ലേ? എത്ര സ്തുതിച്ചാലും മതിയാവും റബ്ബിനെ. അപ്പോൾ ഈ വെള്ളിയാഴ്ച ദിവസം റമദാനിലെ വെള്ളിയും കൂടെ ആകുമ്പോൾ ഒരു സുന്നത്തിന് ഫർദിൻ്റെ കൂലിയാണ് ഇല്ലേ? അപ്പോൾ നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല. ധാരാളം സുന്നത്തുകൾ കൊണ്ട് ധന്യമാക്കണം. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവിലെ തന്നെ കുളിക്കാം. അതായത് റമദാൻ മാസത്തിൽ സാധാരണഗതിയിൽ തന്നെ ഉച്ചയ്ക്ക് ശേഷം കുളിക്കൽ കറാഹത്താണ് ഇല്ലേ? രാവിലെ തന്നെ ഉച്ചയ്ക്ക് മുമ്പ് കുളിക്കാൻ ശ്രമിക്കുക. പിന്നെ ജുമയുടെ ആകുമ്പോൾ പിന്നെ ജുമയുടെ സുന്നത്ത് കുളി ഉച്ചയ്ക്ക് മുമ്പ് തന്നെ കുളിക്കണം. ആ ജുമ ദിവസത്തിൻ്റെ സുന്നത്തായ കുളി ആ നിയ്യത്ത് വെച്ച് നല്ല നിലക്ക് കുളിക്കണം. പിന്നെ റമദാനിൽ പ്രത്യേകം സുന്നത്തുള്ളൊരു സമയമാണ് രാത്രി കുളിക്കുക എന്ന് പറയുന്നത്. രാത്രി കുളിക്കാറുണ്ടോ? റമദാൻ മാസത്തിൽ ഭയങ്കര സുന്നത്താണ്. എന്നിട്ട് നല്ല പെർഫ്യൂമൊക്കെ അടിച്ചിട്ട് ഭാര്യയും ഭർത്താവും സ്നേഹത്തോടെ സന്തോഷത്തോടെ കിടന്നുറങ്ങണം. ഇത് രസമായിരിക്കും. അത് പെർഫ്യൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കാക്കാന്മാരുണ്ട് ഈ ജന്നാത്തുൽ ഫിർദൗസിൻ്റെ പെർഫ്യൂമൊക്കെ എടുത്തിട്ട് മേത്ത് തേച്ച് കെട്ടിയൊക്കെ അടുത്തോട്ട് പോയി കിടക്കും. അവക്കാണെങ്കിൽ പിന്നെ പിറ്റേന്ന് തലവേദന, ഛർദി, ഇടങ്ങേറായി എന്നാണ്. പെർഫ്യൂം എപ്പോഴും നിങ്ങളുടെ പ്രിയപ്പെട്ടവൾക്ക് ഇഷ്ടം വരുന്ന, ഇഷ്ടമാകുന്ന, അധികം കുത്തലില്ലാത്ത, മൈൽഡായ അങ്ങനെയുള്ള പെർഫ്യൂമുകൾ യൂസ് ചെയ്യണം. അത് സുന്നത്ത് റസൂലില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തും കൂടെയാണ്. അപ്പോൾ അതിനൊക്കെ അള്ളാൻ്റെ ഭാഗത്തു നിന്ന് ഭയങ്കര പ്രതിഫലമാണ്. അതുപോലെ റമദാനിലെ പകൽ സമയത്ത് പെർഫ്യൂം ഉപയോഗിക്കൽ കറാഹത്താണ്. എന്നാൽ ഇടയത്താഴ സമയത്ത് ഉപയോഗിക്കൽ സുന്നത്താണ്. ആ മണം പിന്നീട് ഉണ്ടായിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഇടയത്താഴം നമ്മൾ ഷർട്ടിലൊക്കെ തേച്ച് വെച്ചു, രാവിലെ മണം ഉണ്ടായിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ പ്രഭാത സമയത്ത് റമദാനിലെ പകലിൽ പെർഫ്യൂം ഉപയോഗിക്കൽ കറാഹത്തായ കാര്യമാണ്. അപ്പോൾ ആ വിഷയമൊക്കെ ശ്രദ്ധിക്കണമെന്ന് ഉണർത്തുകയാണ്. ഇപ്പോൾ വെള്ളിയാഴ്ച ദിവസം പ്രത്യേകിച്ച് സുന്നത്തുകൾ ഒരുപാടുണ്ടല്ലേ? അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ കാർന്നവന്മാർ, നമ്മുടെ ഉമ്മായും ബാപ്പായും ഒക്കെ മരിച്ചു പോയിട്ടുണ്ടെങ്കിലേ അവരിങ്ങനെ ഖബറിൽ കാത്തിരിക്കായിരിക്കും നമ്മളെ. എൻ്റെ കുട്ടി ഒന്നും ചെയ്യണില്ലല്ലോ, എൻ്റെ കുട്ടി മാത്രം ഒന്നും തന്നില്ലല്ലോ, അത് അപ്പുറത്തെ ഖബറിലുള്ളവർക്കൊക്കെ നല്ല സുഭിക്ഷമായ പ്രതിഫലം. എൻ്റെ മക്കൾ മാത്രം തിരിഞ്ഞു നോക്കണില്ലല്ലോ, എൻ്റെ മക്കളൊന്നും ഖുർആൻ ഓതിയില്ലല്ലോ, എൻ്റെ കുട്ടി ഒരു യാസീൻ ഓതിയില്ലല്ലോ. ഉമ്മ അങ്ങനെ കരയുന്നൊരു സംഗതി നിങ്ങൾ കൽബിലൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഖബറിനകത്ത് കിടന്നിട്ട് ഉമ്മ അങ്ങനെ കരയുന്നൊരു നിമിഷത്തെക്കുറിച്ചൊക്കെ യാ റബ്ബി ചിന്തിക്കാൻ പോലും പറ്റണില്ല അല്ലേ? നമ്മുടെ ഉപ്പ കരയുന്നൊരു സംഗതി. അല്ലാഹുവർക്കൊക്കെ പുറത്തു കൊടുക്കട്ടെ. പുരുഷന്മാർ പള്ളിയിലേക്ക് ചെല്ലുന്ന സമയത്ത് ഖബർസ്ഥാനിലേക്ക് ചെന്നിട്ട് എന്ത് ചെയ്യുക? അവർക്ക് വേണ്ടിയിട്ടൊന്ന് ദ്വാരന്ന് കൊടുക്കുക.
നിങ്ങൾക്ക് ഉംറ ചെയ്ത പ്രതിഫലം ഉണ്ട് എന്നല്ലേ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തരുന്നത്. സഹോദരിമാർക്ക് എളുപ്പത്തിൽ വീട്ടിലിരുന്ന് ചെയ്യാമല്ലോ. വീട്ടിലിരുന്നൊരു യാസീൻ ഓതിയിട്ട് എൻ്റെ ഉമ്മാൻ്റെ ഹദറത്തിലേക്ക്, എൻ്റെ ഉപ്പാൻ്റെ ഹദറത്തിലേക്ക്. ഇന്ന് പ്രത്യേകിച്ച് പുണ്യ റമദാനിലെ വെള്ളിയാഴ്ച ദിവസമാണ്. മനസ്സിലായോ? ഇതൊക്കെ അവരിലേക്കൊന്ന് ഹദിയ ചെയ്ത് നോക്ക്. എന്തൊരു സന്തോഷമായിരിക്കും അവർക്ക്, ഇല്ലേ? അവരെ സന്തോഷിപ്പിച്ചാൽ അള്ളാഹു നമ്മളെ സന്തോഷിപ്പിക്കൂലേ? അപ്പോൾ മനസ്സറിഞ്ഞ് റമദാനിലെ ആദ്യ പത്തിലെ 2 പ്രത്യേക പ്രാർത്ഥനകൾ മനസ്സറിഞ്ഞും ചൊല്ലിക്ക്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ. അള്ളാഹു ഇതിൻ്റെയൊക്കെ മിഥിൽ സവാബുണ്ട്. നമ്മുടെ വാപ്പാനും ഉമ്മാനും നമ്മിൽ നിന്ന് മരണപ്പെട്ടവരുമൊക്കെ സന്തോഷിപ്പിക്കട്ടെ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഖുർആനോദി ഹദിയ ചെയ്യാം, അവർക്ക് വേണ്ടി സ്വതക്ക ചെയ്യാം, ഇല്ലേ? ഇന്നിപ്പോൾ വെള്ളിയാഴ്ച ദിവസമല്ലേ? നമ്മുടെ റിലീഫ് പദ്ധതിയിലേക്ക് കഴിയുന്നവരൊക്കെ 1000 രൂപ ഉണ്ടെങ്കിൽ നമ്മുടെ റിലീഫ് പദ്ധതിയിലേക്ക് ഇടുക. ഇല്ല 313 ഉള്ളൂ, 313 ഇടുക. ഇല്ല ഒന്നുമില്ല, ശരി, അവർക്കൊക്കെ വേണ്ടി ദ്വാരം കൊടുക്കുക. അത്രയെങ്കിലും ചെയ്യാമല്ലോ. ഈ 2 ആളുകളുടെ കാര്യം നമ്മൾ ഏറ്റെടുത്തില്ലേ? 2 പാവപ്പെട്ടവരുടെ മനുഷ്യന്മാരുടെ, ഇല്ലേ? അതിലൊരു പാവപ്പെട്ട കുട്ടിയുടെ കല്യാണമുണ്ട്, ഒരു ഉസ്താദിൻ്റെ കടബാധ്യതയൊക്കെ ഏറ്റെടുത്തിട്ടുണ്ട് നമ്മൾ. ആ നെയ്യത്തിൽ പരിശുദ്ധ റമദാനിൽ ആദ്യത്തെ വെള്ളിയാഴ്ചയല്ലേ ഇത് നമ്മൾ മുതലാക്കിയില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനു കൊള്ളാന്നേ? എന്നിട്ട് അതൊക്കെ പടച്ചോൻ ഇതെൻ്റെ കച്ചവടത്തിൻ്റെ ബറക്കത്തിന്. അതിനൊക്കെ മുമ്പ് എൻ്റെ വാപ്പാടും ഉമ്മയുടെ ഹദറത്തിലേക്ക് നീ എത്തിക്കണേ അല്ല അങ്ങ് ഏറ്റെടുക്കും. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അപ്പോൾ നമ്മൾ പറഞ്ഞു വെള്ളി ധാരാളം സ്വലാത്ത് ചൊല്ലേണ്ട നിമിഷമാണ്, ഇല്ലേ? ഹബീബായ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ ധാരാളം സ്വലാത്ത് ചെയ്യണേ, എൻ്റെ മേൽ കാണിക്കപ്പെടും. അപ്പോൾ സ്വഹാബത്ത് ചോദിക്കണം, എന്താ നബിയെ വഫാത്തിന് ശേഷവും കാണും സഹാബ? ഇന്നല്ലാഹ ഹറമ അലൽ അർളി അൻ തഅകുല അജ്സാദൽ അംബിയാ. അംബിയാക്കരുടെ ശരീരം മണ്ണ് തൊടൂല, മണ്ണിന് ഹറാമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മണ്ണിന് ഹറാമാണെന്നേ, അംബിയാക്കരുടെ ശരീരം തൊടൂല. അപ്പോൾ എത്രമേൽ അത്ഭുതകരമാണ്. അപ്പോൾ ആ സ്വലാത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ കാണാൻ. ഏതായാലും ഞാൻ നിങ്ങൾക്ക് ഇന്നൊരു സ്വലാത്ത് പഠിപ്പിച്ചു തരാം. ആ സ്വലാത്തിൻ്റെ പേര് തന്നെ പ്രകാശങ്ങൾക്ക് മേൽ പ്രകാശം എന്നാണ്. പ്രകാശങ്ങൾക്ക് മേൽ പ്രകാശം. അതാരാണ്? ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്, അല്ലേ? പ്രകാശത്തിന് മേൽ പ്രകാശം. ഈ പ്രകാശത്തിൻ്റെ അസ്റാറുകളുള്ള സ്വലാത്തുകൾ ചൊല്ലിയാലുള്ള ഗുണം എന്താ? നമ്മുടെ ജീവിതത്തിൽ എവിടെയൊക്കെയാണോ ഇരുട്ടുള്ള സ്ഥലമൊക്കെ അത് പ്രകാശമാക്കി തരും. നമ്മുടെ കുടുംബജീവിതത്തിൽ സന്തോഷമില്ലാത്ത എന്തുകൊണ്ടാണ്? നമ്മുടെ കൽബിൻ്റെ അകത്ത് ഇരുട്ടുള്ളത് കൊണ്ടാണേ. ഈ കൽബിൻ്റെ അകത്ത് വെളിച്ചാണ് ഭർത്താവിനും ഭാര്യയ്ക്കും മക്കൾക്കും എങ്കിലും ലൈഫ് സെറ്റാണ്. മനസ്സിലാവുണ്ടോ? ഈ കൽബിൻ്റെ അകത്ത് ഇരുട്ട് വീണ് പോണത് കൊണ്ടാണ് എന്ത് സംഭവിക്കണത്? നമ്മുടെ ജീവിതത്തിൽ സമാധാനമില്ലാത്തത്. അപ്പോൾ അതുപോലെ ഖബറിൻ്റെ അകത്ത് ഇരുട്ട് വരുമ്പോൾ അവിടെ നമുക്ക് വെളിച്ചം വേണം, മഹ്ശറിൽ വെളിച്ചം വേണം, അതുപോലെ സിറാത്ത് പാലത്തിൽ വെളിച്ചം വേണം. സിറാത്തിൽ നിന്ന് ഇങ്ങനെ സ്വലാത്ത് കൈപിടിച്ച് കൊണ്ടുപോകണം. ആ സ്വലാത്താണ് സ്വലാത്ത് നൂറുൽ അൻവാർ, പ്രകാശങ്ങൾക്ക് മേൽ പ്രകാശമായ സ്വലാത്ത്. സുബ്ഹാനല്ലാഹ്. എപ്പോൾ വേണമെങ്കിലും ചൊല്ലാം. ഏറ്റവും നല്ലൊരു സമയം ഞാൻ പറഞ്ഞു തരട്ടെ, തഹജ്ജുദിൻ്റെ നേരം. ഉസ്താദ് ഞങ്ങൾക്ക് നിസ്കാരമില്ലല്ലോ, അതിന് നിസ്കരിക്കാൻ ഞാൻ പറഞ്ഞില്ല കേട്ടോ. നിങ്ങൾ വെറുതെ ഇടയിൽ കയറി വെടി വെക്കല്ലേ, നിസ്കരിക്കാൻ പറഞ്ഞിട്ടില്ല. ആ സമയത്ത് തഹജ്ജുദിൻ്റെ നേരത്ത് എന്ത് ചെയ്യണം? ആ നേരത്ത് മനസ്സറിഞ്ഞ് സ്വലാത്ത് ചൊല്ലുക. അവിടെ 1 തവണ ചൊല്ലിയാൽ മതി, 1 തവണ ഇഖ്ലാസോടെ. ഉസ്താദ് നമ്മുടെ ഇഖ്ലാസൊക്കെ എന്തോരമെന്ന് അറിയാമല്ലോ. കൂലിയിട്ടാണെന്നല്ലേ ചൊല്ലേണ്ടത്. മുത്തുനബിയോട് ഇഷ്ക് വെച്ചിട്ട്, അള്ളാഹിനോട് അദമ്യമായ സ്നേഹം വെച്ചിട്ട് എൻ്റെ റബ്ബെന്നെ കൈപിടിക്കൂ എന്നുള്ള ഉറച്ച ബോധ്യത്തിൽ ചൊല്ലിക്കോ. നേരം വെളുക്കുമ്പോഴത്തേക്ക് അള്ളാഹു നിങ്ങൾക്ക് ഒരു വഴി കാണിച്ചു തരുമെന്ന് അള്ളാഹുവിൻ്റെ ആരിഫീങ്ങൾ പഠിപ്പിച്ച കാര്യമാണ്. വെറുതെ പറയല്ല, ഇതൊക്കെ മുജറബായി അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ എക്സ്പീരിയൻസ് ചെയ്ത കാര്യമാണ്. അവരുടെ ഈമാൻ കൊണ്ട് ചൊല്ലിയപ്പോൾ അള്ളാഹു എളുപ്പത്തിൽ കൊടുത്തു. നമ്മൾ ഈമാൻ റാഹത്തായിട്ട് അവൻ്റെ കാരുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് ഈമാൻ ഇങ്ങനെ ഉയർത്തിയിട്ടും ചൊല്ലി നോക്ക്. ഖൽബിൽ നിറയട്ടെ റബ്ബുൽ ആലമീൻ. ആ സ്വലാത്ത് ചൊല്ലിയാൽ നേരം വെളുക്കുമ്പോഴേക്ക് അള്ളാഹു ഫലം തരും. ഇനിയിപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയല്ലേ, ഒരു തവണയാക്കണ്ട, ഒരു 33 തവണ 100 തവണ ചൊല്ലാൻ പറ്റുമെങ്കിൽ ജുമാക്ക് മുമ്പായിക്കൊണ്ട്, അല്ലെങ്കിൽ മഗ്രിബിന് മുമ്പായിക്കൊണ്ട് ചൊല്ലാൻ പറ്റും. ഒരു 100 തവണ, ഇന്ന് മഗ്രിബിന് മുമ്പായിട്ടൊരു 100 തവണ ചൊല്ലാൻ പറ്റൂലേ? നിങ്ങളുടെ കാര്യം അള്ളാഹു ഏറ്റെടുക്കും. ഇത് വെള്ളിയാഴ്ച മാത്രം ചൊല്ലേണ്ട സ്വലാത്തല്ല, എല്ലാ ദിവസവും ചൊല്ലിക്കോ. അള്ളാഹു ഏറ്റെടുക്കും. പ്രത്യേകിച്ച് റമദാനിൽ നിങ്ങളുടെ കുടുംബത്തിൽ അള്ളാഹു സമാധാനം നിറച്ചു തരും. ഏതാണ് ആ സ്വലാത്ത് നോക്കിയേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി അലാ നൂരിൽ അൻവാർ വസിറിൽ അസ്റാർ വചിരിയാഖിൽ അഗ്യാർ വമിഫ്താഹി ബാബിൽ യസാർ സയ്യിദിനാ മുഹമ്മദിനിൽ മുഖ്താർ
وآله الأطهار وأصحابه الأخيار عدد نعم الله وإفضاله. എന്താ പറഞ്ഞത്? അല്ലാഹുവേ സ്വല്ലി അലാ നൂരിൽ അൻവാർ, പ്രകാശങ്ങൾക്ക് മേൽ പ്രകാശമായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അവിടുന്ന് പ്രകാശത്തിന് മേൽ പ്രകാശമാണ്. അതുകൊണ്ടാണ് ബഹറുന്നൂർ എത്തിയപ്പോൾ ജിബ്രീലിന് പോകാൻ പറ്റണില്ല. ജിബ്രീലിൻ്റെ ചിറക് കരിഞ്ഞു. അങ്ങ് പോയിക്കോളൂ നബിയെ. കാരണം എന്താ? ആ പ്രകാശക്കടലിനേക്കാൾ വലിയ പ്രകാശമാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വസിറിൽ അസ്റാർ, അള്ളാഹിൻ്റെ രഹസ്യങ്ങളുടെ രഹസ്യമാണത്. അള്ളാഹിൻ്റെ രഹസ്യങ്ങളുണ്ടല്ലോ, മുഴുവൻ രഹസ്യങ്ങളുടെ രഹസ്യമാണ് ആര്? ആ രഹസ്യത്തിൻ്റെ താക്കോലാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വച്ചിറിയാഖിൽ അഗ്യാർ, അള്ളാഹു അല്ലാത്തത് മനസ്സിൽ വരുന്നതിനെ തടയുന്ന മുത്തുനബിയാണ്. നമ്മുടെ കൽബിൽ അല്ലാത്തതാണ് കയറി വരുന്നത് നിസ്കാരത്തിലും മറ്റുമൊക്കെ. അതിനെ തടയിടാൻ ഈ സ്വലാത്ത് ധാരാളം ചൊല്ലിക്കോ. മനസ്സിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാവലുണ്ടാവും. അൽഹംദുലില്ലാ. വമിഫ്താഹി ബാബിൽ യസാർ, എല്ലാ ബറക്കത്തിൻ്റെയും വാതായനങ്ങളുടെ താക്കോലാണ് മുത്തുനബി. നമുക്ക് ബർക്കത്ത് കിട്ടണോ, നമുക്ക് ഈ പടച്ചോൻ്റെ കാരുണ്യം കിട്ടണോ, ഈ റഹ്മത്തിൻ്റെ പത്തിൽ അള്ളാൻ്റെ കാരുണ്യം കിട്ടണമെങ്കിൽ നേരിട്ടൊന്നുമല്ല പടച്ചോൻ കാരുണ്യം ഇറക്കി തന്നത്. ആ കാരുണ്യം മുത്തുനബിക്ക് അള്ളാഹ് കൊടുത്തിട്ടുണ്ട്. ആ മുത്തുനബി റഊഫുർ റഹീമാണ്. ആ മുത്തുനബിയിലൂടെയാണ് നമുക്ക് കാരുണ്യം കിട്ടുക. റസൂലുള്ളാഹിനെ സ്നേഹിക്കാതെ അള്ളാഹ് നമുക്ക് ഒരു കാരുണ്യം ഇറക്കി തരാൻ പോണില്ല. അതുകൊണ്ട് മനസ്സറിഞ്ഞ് മുത്തുനബിക്ക് സ്വലാത്ത് ചെല്ലണം. സയ്യിദുന മുഹമ്മദിനിൽ മുഖ്താർ, അള്ളാഹു തിരഞ്ഞെടുത്ത നമ്മുടെ നേതാവാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വആലിഹിൽ തുഹാർ വഅസ്ഹാബിഹിൽ അഖിയാർ, അവിടുത്തെ കുടുംബത്തിൻ്റെ മേലിലും സ്വഹാബത്തിൻ്റെ മേലിലൊക്കെ സ്വലാത്ത് ചെയ്യണം. അദദ നിഅമില്ലാഹി വഇഫ്ളാലി, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൻ്റെ എണ്ണം അനുസരിച്ച്. അള്ളാഹിൻ്റെ അനുഗ്രഹത്തിൻ്റെ എണ്ണം ആർക്കെങ്കിലും അറിയോ? അത് എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റില്ല. അപ്പോൾ എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്ത അത്ര സ്വലാത്ത് നീ ചെയ്യണേ അല്ലാ എന്നാണ്. ഒരു 3 തവണ ചൊല്ലിക്കേ. അല്ലാഹുമ്മ സ്വല്ലി അലാ നൂരിൽ അൻവാർ വസിറിൽ അസ്റാർ വതിരിയാഖിൽ അഗ്യാർ വമിഫ്താഹി ബാബിൽ യസാർ സയ്യിദിനാ മുഹമ്മദിനിൽ മുഖ്താർ വആലിഹിൽ അത്ഹാർ വഅസ്ഹാബിഹിൽ അഖിയാർ അദദ നിഅമില്ലാഹി വഇഫ്ളാലിഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ നൂരിൽ അൻവാർ വസിറിൽ അസ്റാർ وترياق الأغيار ومفتاح باب اليسار سيدنا محمد المختار وآله الأطهار وأصحابه الأخيار عدد نعم الله وإفضاله. اللهم صل على نور الأنوار وسر الأسرار وترياق الأغيار ومفتاح باب اليسار سيدنا محمد المختار وآله الأطهار وأصحابه الأخيار عدد نعم الله وإفضاله. الله കബൂൽ ചെയ്യുമാറാകട്ടെ. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുനോട്ടം ലഭിക്കാൻ അള്ളാഹു ഈ സദസ്സൊരു നിമിത്തമാക്കി തീർക്കുമാറാകട്ടെ. പിന്നെ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം നമ്മൾ ചൊല്ലേണ്ട ബൈത്തുണ്ടല്ലോ, 5 തവണ ചൊല്ലിയാൽ നരകം നമ്മളെ വേണ്ടാന്ന് പറയുന്നതാണ്. മനസ്സറിൻ ചൊല്ലിക്ക്. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി ആഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബ്ലി തൗബതൻ ഫഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറു ദംബിൽ അദീമി. إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة فاغفر ذنوبي فإنك غافر الذنب العظيم. إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة فاغفر ذنوبي فإنك غافر الذنب العظيم. إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة فاغفر ذنوبي فإنك غافر الذنب العظيم. إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة فاغفر ذنوبي فإنك غافر الذنب العظيم. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി പറഞ്ഞത് അവരുടെ കുട്ടിയുടെ കണ്ണിൻ്റെ കാഴ്ചയുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നം ഉണ്ടായിരുന്നു. നമ്മളത് സബാഹുലറിൽ പറഞ്ഞിരുന്നു അല്ലേ. അൽഹംദുലില്ലാ
ഡോക്ടറെ പോയി കാണിച്ചപ്പോൾ ഓപ്പറേഷൻ ഒന്നും വേണ്ട, ആ കുഞ്ഞിന് വായിക്കാനുള്ള ബുദ്ധിമുട്ട് പോലും മാറി ആ കുട്ടി വായിച്ചു എന്നുള്ളൊരു സന്തോഷം പറഞ്ഞു. അൽഹംദുലില്ലാ. അള്ളാഹു അങ്ങനെ എത്രയെത്ര അത്ഭുതങ്ങൾ അവർ തന്നെ പറയുന്നുണ്ട്. അവരുടെ ജീവിതം മാറിയത് സ്വബാഹുൽ ഖൈറിലൂടെയാണെന്നാണ്. അൽഹംദുലില്ലാ. അങ്ങനെ ഒരുപാട് നന്മകൾ ആസ്വദിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഇന്നലെ നമ്മൾ ചോദിച്ചു ഖദീജ ബീവിയുടെ വഫാത്ത് ഏത് മാസം എത്രാമത്തെ ദിവസമാണ്? എല്ലാവരും കമൻറ്റ് ചെയ്തു അല്ലേ? റമളാൻ 10 മാണിക്യമലരായ പൂവി മഹദിയാൾ ഖദീജ ബീവി മക്ക എന്ന പുണ്യനാട്ടിൽ വിലസിടും നാരീ അപ്പോൾ ഹബീബായി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഖദീജ റളിയല്ലാഹു അൻഹ അവരൊക്കെ നയിച്ചതുപോലൊരു ജീവിതം അടിപൊളിയായിട്ട് നയിക്കാൻ നമുക്ക് പറ്റണം. പറ്റൂടോ? ആ റസൂലുള്ളാനെയും ഖദീജ ഉമ്മാനെയൊക്കെ ഒന്ന് മഹബത്ത് വെച്ചാൽ മതി. ഉമ്മനായ ഉമ്മനാ ഉമ്മനായ ഉമ്മനാ ഉമ്മനായ ഉമ്മനാ ബീവി ഖദീജ റളിയല്ലാഹ്. ഉമ്മയുടെ പൊരുത്തം നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ സിമ്പിളായൊരു ചോദ്യം, നമ്മൾ ഏത് മാസത്തിലിപ്പോൾ ഉള്ളത്? റമളാൻ മാസത്തിലാണ്. എന്താണ് റമളാൻ മാസം? റമളാനിൻ്റെ അർത്ഥം എന്താണ്? റമളാൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? കമൻറ്റ് ചെയ്യുക. അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. പിന്നെ നമ്മുടെ മജ്ലിസിൻ്റെ കാര്യം ഇന്നലെ പറഞ്ഞതുപോലെ വൈകുന്നേരം 5:30 നമ്മുടെ മജ്ലിസ്, കൃത്യം 5:30 എല്ലാ ദിവസവും. അപ്പോൾ ആ രാവിൻ്റെ ഒരു ബറക്കത്തും കൂടെ കിട്ടും അസ്ർ കഴിഞ്ഞിട്ടാകുമ്പോഴേ. അപ്പോൾ കുറേ പേർക്ക് പങ്കെടുക്കാനും പറ്റും. പിന്നെ ലൈവ് കിട്ടാത്തവരെന്ത് ചെയ്താൽ മതി? പിന്നീട് അന്നത്തെ രാത്രി തന്നെ എപ്പോഴാണെന്ന് വെച്ചാൽ ആദ്യം മുതൽ അവസാനം വരെ ഒന്ന് കണ്ടാൽ മതി, കണ്ടിട്ട് ഒരുമിച്ച് ചൊല്ലിയാൽ മതി. ലൈവിൽ തന്നെ ചൊല്ലണം എന്നില്ലല്ലോ, മനസ്സിലത് ചൊല്ലി തീർച്ചാൽ മതി. അൽഹംദുലില്ലാ. അങ്ങനെ അപ്പോൾ എല്ലാവർക്കും സമയം കൃത്യമായി കിട്ടും. അപ്പോൾ 5:30 മണിക്കാണ് ഇന്ന് മുതൽ നമ്മുടെ മജ്ലിസ്, ഇന്നലെ മുതൽ നമ്മുടെ മജ്ലിസ് ഉള്ളത്. അള്ളാഹു അതൊക്കെ സ്വീകരിച്ച് കബൂൽ ചെയ്യുമാറാകട്ടെ. അള്ളാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ. റിലീഫ് പദ്ധതിയിലേക്ക് പലരും ഹദിയ ചെയ്തിട്ടുണ്ട്. വിതകളെല്ലാം അള്ളാഹു നീക്കുമാറാകട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ അലി സയ്യിദിനാ മുഹമ്മദ്. അർഹമുർ റഹീമായ റബ്ബേ, പരിശുദ്ധമായ പുണ്യ റമളാനിലെ റഹ്മത്തിൻ്റെ വത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയിലാണ് റബ്ബേ ഞങ്ങളുള്ളത്. നിൻ്റെ കരുണ നൽകണേ അല്ലാ, നിൻ്റെ കാരുണ്യം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ പെടുത്തണേ അല്ലാ. റമളാൻ ഞങ്ങൾക്ക് നീ അനുകൂലമാക്കി തരണേ അല്ലാ. ഞങ്ങളുടെ നോമ്പുകൾ, നിസ്കാരങ്ങൾ, സക്കാത്തുകൾ, സ്വതക്കകൾ പടച്ചവനെ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ നന്മകളും നീ സ്വീകരിക്കണേ അല്ലാ. പടച്ചവനെ ഈ സ്വബാഹുൽ ഖൈർ കുടുംബത്തെ നീ അനുഗ്രഹിക്കണേ അല്ലാ. അവരെ ചേർത്ത് പിടിക്കണേ അല്ലാ. അവരുടെ കണ്ണുനീർ തുടയ്ക്കണേ അല്ലാ. ഏത് സങ്കടവുമായിട്ടാണ് ഈ മജ്ലിസിലുള്ളത് ആ സങ്കടങ്ങളൊക്കെ നീ അകറ്റണേ അല്ലാ. ഈ സദസ്സ് മറ്റുള്ളവരിലേക്ക് ആദ്യം തന്നെ ഞങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്തിട്ടേ കാണുള്ളൂ എന്ന് പറഞ്ഞ ഒരുപാട് സഹോദരങ്ങളുണ്ട് യാ റബ്ബന. അവർ ആ ഇൽമ ഷെയർ ചെയ്യുന്നതിൻ്റെ വറക്കച്ചുകൊണ്ട് അവർ നിമിത്തം ആരെങ്കിലും നന്നായിട്ടുണ്ടെങ്കിൽ അതിൻ്റെയും പ്രതിഫലം അവർക്കും ഞങ്ങൾക്കൊക്കെ നീ നൽകണേ അല്ല. ഞങ്ങളുടെ മനസ്സിലൊരുപാട് വേദനകളുണ്ട്, അകറ്റണേ അല്ല. മക്കളെ നന്നാക്കണേ അല്ല. ഒരുപാട് കുട്ടികൾ പലവിധ എക്സാമുകൾക്ക് പ്രിപ്പറേഷൻ ചെയ്യുകയാണ്. എല്ലാവർക്കും ഉന്നത വിജയം നൽകണേ അല്ല. ശോഭന ഭാവി നൽകണേ അല്ല. സ്വാലിഹീങ്ങളാക്കണേ അല്ല. ഒരുപാട് അസുഖബാധിതരുണ്ട്, പരിപൂർണ്ണ സൗഖ്യം നൽകണേ അല്ല. വീടില്ലാത്തവർക്ക് ഹൈറായ ഭവനം നൽകണേ അല്ല. ഞങ്ങളുടെ ജോലിയിൽ ബറക്കത്ത് ചെയ്യണേ അല്ല. കടങ്ങൾ ഏറ്റെടുക്കണേ അല്ല. പ്രവാസികൾക്ക് ഖൈർ നൽകണേ അല്ല. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട ആരെല്ലാം ഉണ്ടോ എല്ലാവർക്കും മഗ്ഫിറത്ത് നൽകണേ അല്ല. ഞങ്ങളാരെയും നീ പെട്ടെന്ന് മരിപ്പിക്കല്ലേ അല്ല. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും നാരകീയ ശിക്ഷകളിൽ നിന്ന് കാത്തുരക്ഷിച്ച് നിൻ്റെ കാരുണ്യം കൊണ്ട് ആരംഭപ്പൂവായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തിൽ ഒരുമിപ്പിക്കണേ അല്ലാ. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.